നിലമ്പൂരിൽ കോലീബി സഖ്യം ഇത് സമ്മതിച്ച് BJP സ്ഥാനാർത്ഥി തന്നെ രംഗത്ത്. മോഹൻ ജോർജ് പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഒരു വിഭാഗം BJP പ്രവർത്തകർ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് മറിച്ചെന്ന് മോഹൻ ജോർജ് തുറന്നു പറഞ്ഞു. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി BJP പ്രവർത്തകർ കണ്ടെന്നും മോഹൻ ജോർജ് എന്ന BJP സ്ഥാനാർത്ഥിയുടെ വാക്കുകളിലേക്ക്. ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഒരു ഇതാണ് കാര്യങ്ങൾ കാണുന്നത്. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, അതായത് വടകര ബേപ്പൂർ മോഡൽ 90കളിൽ നടന്ന വടകര ബേപ്പൂർ മോഡലിലെ കോലിബി സഖ്യം ഇപ്പോഴുമുണ്ട്, ഉണങ്ങാതെ ഉണ്ട്. അത് നിലമ്പൂരിലുണ്ട്. അത് സമ്മതിക്കുന്നതും തുറന്നു പറയുന്നതും BJP സ്ഥാനാർത്ഥി തന്നെ. BJPയുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. അതുകൊണ്ട് UDFന് കോൺഗ്രസിന് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് മറിച്ചു. ഇതാണ് NDA BJP സ്ഥാനാർത്ഥി പറയുന്നത്. അജിംഷാദ്, നമ്മൾ മുന്നേ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ കോലിബി സഖ്യത്തിന്റെ സാന്നിധ്യം കണ്ടിട്ടുള്ളതാണ്. അതുതന്നെ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അതിന്റെ തെളിവുകൾ അടക്കം പുറത്തേക്ക് വന്നിരിക്കുന്നു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് ഇത് വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് വ്യക്തമായ രീതിയിലേക്ക് ഒരു വോട്ട് ബാങ്കോ അങ്ങനെ ഒന്നും തന്നെയില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ LDFനെ തകർക്കുക എന്നത് മാത്രമാണ് NDAയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ UDFന് വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുള്ളത്. മോഹൻ ജോർജിന് ലഭിച്ച റിപ്പോർട്ടുകളിൽ ഇത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. LDFനെ തന്നെയാണ് ശത്രുക്കളായി കണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ LDFനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ NDAയിലുള്ള BJP പ്രവർത്തകർ അടക്കമുള്ളവർ UDFന് വോട്ട് മറിച്ചിരിക്കുന്നത്, ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ മോഹൻ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അതായത് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് മണ്ഡലത്തിൽ വലിയ ജനസ്വീകാര്യതയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹമാണ് പ്രചരണ രംഗത്തടക്കം മുന്നിട്ട് നിന്നത്. ഇത് UDFനെ വലിയ ഭയത്തിലേക്ക് എത്തിച്ചിരുന്നു. എങ്ങനെയെങ്കിലും LDFനെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം, അതിന് ഏതു വഴിയും സ്വീകരിക്കുക എന്ന ഒരു നയമായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിന്റെ തുടക്കം, അതായത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ PV അൻവറിനെ ഒപ്പം കൂട്ടുവാനുള്ള ആ ഒരു ശ്രമം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്നാൽ അതിൽ എതിരഭിപ്രായങ്ങൾ വന്നതോടുകൂടി അത് വിജയിക്കാതെ പോകുന്നു. പിന്നീട് വർഗീയ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുവാനുള്ള നീക്കം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുന്നു. മുന്നേ കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും വർഗീയ സംഘടന എന്ന് വിളിച്ച അതേ ജമാഅത്ത് ഇസ്ലാമിയെ തന്നെയാണ് നിലവിൽ UDF മുന്നണിയുടെ ഭാഗമാക്കിയത്. പിന്നീട് നിലവിൽ ഇപ്പോൾ പ്രതികരണം തേടിയപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും പറഞ്ഞിരുന്നത് അവർ അവരുടെ നയം മാറ്റി, അതുകൊണ്ടാണ് കൂട്ടിയത് എന്നതാണ്. അത്തരത്തിൽ ഏത് രീതിയിലാണെങ്കിലും LDFനെ പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് UDFനുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുമ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് തന്നെയാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. അതായത് കോലിബി സഖ്യത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസും ലീഗും BJPയും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ചില അന്തർധാരകൾ ഇവിടെ നടന്നിട്ടുണ്ട്. LDFനെ തകർക്കുക, M സ്വരാജിനെ തകർക്കുക, M സ്വരാജിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ NDAയുടെ വോട്ടുകൾ, അതിൽ ഭൂരിപക്ഷം വോട്ടുകളും UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് മുന്നേ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. BJPയുടെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കുകയാണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അതിൽ വലിയ ഒരു കുറവുണ്ടാകുന്നു. അവിടെ ഇത്തരത്തിൽ UDF വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് BJPയുടെ വോട്ടുകളെല്ലാം തന്നെ LDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി UDFന് മറിച്ചു നൽകിയ കാഴ്ച അതുതന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെയും നടന്നിട്ടുണ്ട്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും വോട്ടിങ്ങിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. NDA തങ്ങളുടെ വോട്ട് ഇത്തരത്തിൽ UDFന് മറിച്ചു നൽകിയിട്ടുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, LDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. നിലവിൽ അത് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് തന്നെയാണ്. അജിംഷാദ്, തീർച്ചയായും, അതായത് ഒരു വശത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുന്നു,
അത് പരസ്യമായി പറയുന്നു. ബി ജെ പിയുമായി ഗോൾ വർക്കറുടെ ചിത്രത്തിൽ മുന്നിൽ തിരി തെളിയിച്ച സതീശൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇതിവിടെയൊക്കെ ഇത്തരത്തിൽ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് മതേതരത്വത്തെ അട്ടിമറിക്കാൻ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് ഇടത് ആരോപണമായിരുന്നു പ്രചാരണ രംഗത്ത്. അത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല, അതിൽ വസ്തുതയുണ്ട് എന്ന് സാക്ഷാൽ NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് തുറന്നു പറയുന്നത്. നേരത്തെ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കാതെയുള്ള ഒരു മത്സരത്തിലേക്കായിരുന്നു BJP പോയത് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അത് വലിയ വിവാദങ്ങൾക്കിടയാകും, അതുകൊണ്ടൊരു മറയായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നത് തീരുമാനിക്കുകയായിരുന്നു. BDJS അടക്കം അതിൽ നിന്ന് പിന്മാറിയവരുടെ കൂട്ടുകക്ഷി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോഹൻ ജോർജ് വരുന്നത്. ആ മോഹൻ ജോർജിന് തന്നെ തുറന്നു പറയേണ്ടി വന്നു, ഈ UDFുമായി കോൺഗ്രസുമായി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് മറിച്ചു BJPയിലെ വലിയൊരു വിഭാഗമെന്ന്. അമൽനാഥ്, അജിംഷാദ്, നമ്മൾ ഈ പ്രചരണ സമയങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് UDFന് ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ പ്രചരണത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 3 ആഴ്ചക്കാലമായി നടന്ന പ്രചരണ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. ഓരോരോ കാരണങ്ങൾ, അതായത് LDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പല ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ വർഗീയപരമായ പല പരാമർശങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിനെ മോശക്കാരാക്കി മാറ്റുക, സർക്കാരിനെതിരെ ഇത്തരത്തിൽ പല കാര്യങ്ങളും തിരിച്ചുവിടുക, അത് വഴിക്കടവുണ്ടായ കുട്ടിയുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു വിഷയമൊക്കെ സർക്കാരിനെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് ആ രീതിയിൽ വോട്ട് UDFിലേക്ക് കൊണ്ടുവരിക എന്ന ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു ഈ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പോകുമ്പോഴും അതൊക്കെ കൊട്ടാരം പോലെ തകരുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് UDFന്റെ ആരോപണങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നീടുള്ള ഏക ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വർഗീയ സംഘടനകളുടെ വോട്ട് അത് സമാഹരിക്കുക, അവരുമായൊരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഏറ്റവും ആദ്യഘട്ടമായാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ടിലേക്ക് UDF കടക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് UDF അനുകൂലികൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള ദേഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മോഹൻ ജോർജ് പറയുന്നുണ്ട്. കാരണം മോഹൻ ജോർജിന് ഒരു കേരള കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്, UDFന്റെ പശ്ചാത്തലമാണുള്ളത്. അവിടെ നിന്നാണ് BJP സ്ഥാനാർത്ഥിയായി പെട്ടെന്ന് അവരോധിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള പാക്കേജുകളുടെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ തന്നെ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഇത്തരത്തിൽ നിരീക്ഷകർ തന്നെ ഇത് നേരത്തെ പ്രചരണ രംഗത്ത് പറഞ്ഞതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻ ജോർജ് എന്ന BJP സ്ഥാനാർത്ഥി തന്നെ ആ അർത്ഥത്തിൽ തുറന്നു പറയുകയാണ്. മാത്രമല്ല BJPക്ക് ഒരിക്കലും ഇടതുപക്ഷം ജയിക്കരുത് എന്ന വാശി ഉണ്ടായിരുന്നു. UDFുമായി കോൺഗ്രസുമായി ആ അർത്ഥത്തിലാണ് സഹകരിച്ചത് M സ്വരാജിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് മോഹൻ ജോർജ് തന്നെയാണ്. തീർച്ചയായും, അതായത് NDAയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഒരു മാധ്യമത്തിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ NDAയുടെ സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്തത് അത് UDF ആണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. തുറന്നു പറച്ചിൽ, അതായത് ഇത്തരത്തിൽ NDAയുടെ പല വോട്ടുകളും, അതായത് NDAക്ക് ഇവിടെ വലിയ രീതിയിലുള്ള വിജയ സാധ്യതകളൊന്നുമില്ല, അതിനാൽ തന്നെ തങ്ങളുടെ പ്രവർത്തകർ ഇത്തരത്തിൽ UDFന് വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട്. അത് പകൽ പോലെ സത്യമായൊരു കാര്യമാണ്. അത്തരം റിപ്പോർട്ടുകൾ അതൊരു സംശയം എന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരം റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതായത് NDAയുടെ പ്രവർത്തകർ NDAയുടെ പല വോട്ടുകളും UDFിലേക്ക് മറിച്ചിട്ടുണ്ട്, അത് വ്യക്തമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ NDAക്കും ഒപ്പം തന്നെ UDFിനുമുള്ള ഏക ശത്രു എന്നത് LDF ആണ്. LDFനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഒരൊറ്റ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ UDFനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ UDFന് വോട്ട് മറിച്ചുകൊണ്ട് NDA പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് LDFന് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ ജനസ്വീകാര്യത ലഭിക്കുന്നു പല കാര്യങ്ങളിലും. അതായത് UDFന്റെ കേന്ദ്രങ്ങളിൽ പോലും, UDFന്റെ പഞ്ചായത്തുകളിൽ പോലും M സ്വരാജിന് വലിയ ജനസ്വീകാര്യതയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിൽ NDA UDF ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ വേണ്ടി കാരണമായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
യഥാർത്ഥത്തിൽ കോലീബി സഖ്യത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇത് മറ്റ് റിപ്പോർട്ടുകളോ പുറത്തുനിന്ന് ഒരാളുടെ ഒരു ആരോപണമോ ഒന്നുമല്ല. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് തന്നെയാണ് ഇത് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ UDFന് വോട്ട് മറിച്ചിരിക്കുന്നു, അതായത് NDA അല്ലെങ്കിൽ BJP ഇത്തരത്തിൽ UDFന് വോട്ട് മറിച്ചിരിക്കുന്നു എന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് തന്നെ വളരെ വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഏറ്റവും ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് NDAയുടെ സ്ഥാനാർത്ഥി അത് UDF സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ ശത്രു LDF ആണ്, M സ്വരാജാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനാൽ NDA ഇത്തരത്തിൽ UDFന് വോട്ട് മറിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഏത് രീതിയിലും LDFനെ പരാജയപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചുകൊണ്ട് ഇതിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക, അത് ഏത് വഴിയിലെന്നില്ല, ഏത് വഴിയിലാണ്. അതിപ്പോൾ വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചാണെങ്കിൽ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചാണെങ്കിൽ അങ്ങനെ, ഒപ്പം തന്നെ NDAയുടെ വോട്ടുകൾ അത് കൂട്ടുപിടിച്ചാണെങ്കിൽ അങ്ങനെ, രണ്ട് രീതിയിലും അവർ ചേർന്നിരിക്കുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ ഭാഗമാക്കിയിരിക്കുന്നു. ഏറ്റവും അവസാനം വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് NDAയുടെ വോട്ടുകൾ അത് ഇത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. UDFും NDAയും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട്. കോലീബി സഖ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. NDAയുടെ വോട്ടുകളൊക്കെ തന്നെയും UDFിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് പറഞ്ഞിരിക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ആണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, LDFനെ, M സ്വരാജിനെ ഈ നിലമ്പൂരിൽ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഇനി അടുത്ത ദിവസം റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അതായത് അതായത് നിലമ്പൂരിൽ NDAക്ക് എത്ര വോട്ടുകളുണ്ട് എന്നത് വളരെ കൃത്യമായ കണക്കുണ്ട്. ആ വോട്ടുകളൊക്കെ തന്നെയും NDAക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് നോക്കിയാൽ നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ മോഹൻ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണോ? അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച റിപ്പോർട്ടുകളിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട് എന്നാണ്. NDAയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ UDFന് വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട് എന്നത് തനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. LDFനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് UDFന്റെയും NDAയുടെയും ഏക ശത്രു എന്ന് പറഞ്ഞാൽ LDF ആണ്. നിലവിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFും ഒപ്പം തന്നെ NDAയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. ഒരു സഖ്യം എന്ന രീതിയിൽ തന്നെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. LDFനെ പരാജയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ NDA UDFിലേക്ക് വോട്ട് മറിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ രീതിയിൽ പുറത്തു വന്നിരിക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഒരറ്റത്ത് മതരാഷ്ട്രവാദികൾ, ന്യൂനപക്ഷ വർഗീയത, മറുവശത്ത് ഭൂരിപക്ഷ വർഗീയത, ഇതിൻ്റെ രണ്ടിൻ്റെയും വക്താക്കളെ ഒരുപോലെ സാംശീകരിച്ച് വിജയം മാത്രം 4 വോട്ടിന് വേണ്ടി ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങളെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ്. VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കങ്ങൾ വലിയ അർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. M സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വേണ്ടി കോലീബി സഖ്യം രൂപപ്പെടുത്തി കോൺഗ്രസും ലീഗും BJPയുമായി ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, BJPയുടെ സ്ഥാനാർത്ഥി സാക്ഷാൽ മോഹൻ ജോർജ് തന്നെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. BJPയുടെ ഉള്ളിൽ ആഭ്യന്തരമായി ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അതാണ് മോഹൻ ജോർജ് ഒടുവിൽ തുറന്നു പറയുന്നത്. BJPയിലെ വലിയൊരു വിഭാഗം ഇടതുപക്ഷം ജയിക്കരുത് എന്ന വാശിയോടുകൂടി കോൺഗ്രസിന്, UDFന്, ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തു എന്ന് BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറയുന്നു. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ.